റോസിന്റെ കൂട്ടുകാരെ, നിങ്ങളുടെ എല്ലാം ആവശ്യപ്രകാരം ഞാൻ സാരി ബ്ലൗസിന്റെ പാറ്റേൺ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. 36 ഇഞ്ചിന്റെ വേണ്ട ഫ്രണ്ട് എല്ലാം വെട്ടി നല്ല സൂപ്പറായിട്ട് പാറ്റേൺ ഉണ്ടാക്കി വെച്ചു. വേണ്ട ബാക്ക് പാറ്റേൺ ഉണ്ടാക്കി. നമുക്കിനി സ്ലീവും അതുപോലെ ബെൽറ്റുമാണ് പ്രധാനപ്പെട്ടത്. അതിനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടു പോയാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? കണ്ട് കമൻറ്റും ലൈക്കും ഒക്കെ തന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും, നിങ്ങളുടെ ഒന്നല്ല 2 ഫ്രണ്ട്സിന് കൃത്യമായും നിർബന്ധമായും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. കാരണം ഞാനിത് കഷ്ടപ്പെടുന്നതല്ലേ, അപ്പോൾ തിരിച്ചൊരു പ്രത്യുപകാരം കൂടെ തരണ്ടേ. പ്രത്യുപകാരം ഞാനിത് കൂടുതൽ ആൾക്കാർ കാണണ്ടേ. നിങ്ങൾക്ക് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സാരി ബ്ലൗസ് വെട്ടി തയ്ക്കണമെന്ന്, പക്ഷേ അവർക്ക് പേടിയായിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപകാരം കിട്ടട്ടെ. അതുകൊണ്ട് വീഡിയോയിലോട്ട് പോവാം. ശ്രദ്ധിച്ചിരുന്നോണം. സ്ലീവ് വെട്ടാനുള്ള മാർഗങ്ങൾ 2-3 മാർഗങ്ങൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും സാരി ബ്ലൗസിന് ചേരുന്ന അല്ലെ കറക്റ്റ് ആയിട്ടുള്ള മാർഗം ആണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പം സാരി ബ്ലൗസിന്റെ ഇറക്കം എന്ന് പറയുന്നത്, സ്ലീവിന്റെ ഇറക്കം നിങ്ങൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനൊരു 10 ഇഞ്ച് ഇറക്കമുള്ള ബ്ലൗസിന്റെ സ്ലീവാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ചെസ്റ്റ് അളവ് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 36 ചെസ്റ്റ് അളവുള്ള ആൾക്ക് എത്ര തുണിക്ക് വീതി വരും? ഇത് നീളം നമുക്കെടുക്കാം, ഇത് വീതി എടുക്കാം. എത്ര വീതി വേണ്ടി വരും? അതാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചുരിദാറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് കൂട്ടും. അതേസമയം സാരി ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെസ്റ്റ് 36നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 ഇഞ്ച് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 9 എടുക്കാം, അല്ലെ 1/2 ഇഞ്ച് കുറച്ച് 8.5 എടുക്കാം. 8.5 to 9 ആണ് കറക്റ്റ്. 8.5ക്കും 9നും ഇടയ്ക്കെടുത്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാമേ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമുക്ക് സ്ലീവിന്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു 10 ഇഞ്ച്. എനിക്ക് റെഡി ലെങ്ത് 10 വേണമെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചും കൂടെ കൂട്ടി എടുക്കണം കേട്ടോ. ഞാനിവിടെ കൂട്ടി എടുക്കുന്നില്ല, കാരണം ഇത് പേപ്പറിലായതുകൊണ്ട് കൂട്ടി എടുക്കുന്നില്ല. 10 ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പം 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ അതേ 10 ഇഞ്ച് ഇവിടെ മാർക്ക്. അപ്പം ഒന്നുകൂടെ ഓർക്കുക, 10 ഇഞ്ച് നീളമുള്ള കൈ വേണമെങ്കിൽ 11.5 ഇഞ്ച് എടുക്കണം. അപ്പം നമ്മൾ ഈ 10 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ നമുക്കൊരു ലൈൻ നമ്മൾ മാർക്ക്. ഇതാണ് നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവിന്റെ ലെങ്ത്. ഇതാണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. എത്ര വിഡ്ത്ത് നമ്മൾ പറഞ്ഞത്? നമുക്ക് 9, മാക്സിമം എത്ര വരെ ആകാം? 9 ആകാം, അല്ലെങ്കിൽ 8.75 8.5 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ വീതിയും അടയാളപ്പെടുത്തുന്നു. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഈ 36 ചെസ്റ്റുള്ള ആൾക്ക് എത്ര ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് കൊടുക്കണം? എത്ര കൊടുക്കണം? 3.5 ഇഞ്ച് കൊടുക്കാം. 3.5 ഇഞ്ച്. സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള ചോദ്യങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ഇത്തരം വീഡിയോകളിൽ ഇച്ചിരി ഇത് സ്വല്പം നീങ്ങിപ്പോയി, ഒരു സ്വല്പം കൂടെ മേലോട്ട് കയറി വരണമായിരുന്നു. ചോദിക്കണം, എൻ്റെ ബ്രസ്റ്റ് അളവ് ഇത്രയുള്ള ആളെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അതിന് മറുപടി തരത്തില്ല. നിങ്ങൾ എന്നെ പറഞ്ഞാലും വേണ്ടുകയില്ല. കാരണം ജസ്റ്റ് ഒരു പുറകോട്ടുള്ള വീഡിയോയിലേക്ക് നോക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ പറയുന്നത്? നമുക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് എപ്പോഴും മുഴുവൻ പേർക്കും ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഏതായാലും എൻ്റെ സാരി റോസ് എന്ന് പറഞ്ഞ ചാനലിൽ ഒന്നും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് പുറകോട്ട് എന്തുമാത്രം ചെയ്തിരിക്കുന്നത് കാണുന്നവർ തന്നെ പറയുക മടുത്തല്ലോ എന്ന്. അതുപോലെ ഞാൻ പറഞ്ഞു തരാറുണ്ട്. അപ്പം അതായത് 3.5 ക്യാപ്പ് ഹൈറ്റിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണേ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ലൈൻ വരച്ചു. ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കറക്റ്റ് മെഷർമെൻറ്റാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വെട്ടി വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് കയ്യിലെടുക്കുന്നു. എടുത്തിട്ട് ഇവിടെ നമ്മൾ സ്ലോപ്പ് വെട്ടിക്കളഞ്ഞതല്ലേ, ഇവിടെ ഇനി കൂട്ടിച്ചേർക്കേണ്ടതല്ലേ. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവിടെ 4 ഇഞ്ച് എന്താണെങ്കിലും പോകും. ആ പോയ 4 ഇഞ്ച് ഒഴിവാക്കിയാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അളന്നേക്കുന്നത്. അപ്പം നമുക്ക് അതിങ്ങനെ വെച്ച് നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയിട്ടാണ് എങ്കിലും ആരെങ്കിലും പുതിയത് കാണുന്നുണ്ടെങ്കിൽ ഷാർപ്പ് 8.5 കണ്ടല്ലോ. 8.5 എനിക്ക് വേണ്ട ആം ഹോൾ റൗണ്ട്. ആ ആം ഹോൾ റൗണ്ട് ഞാൻ ഈ കോണിൽ വെക്കുക. ഇവിടെ നീക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് ഫോൾഡഡ് സൈഡ് ആയിരിക്കും. ഇത് പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റ പീസ് എടുത്തേക്കുന്നത്. തുണിയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡബിൾ ഫോൾഡാണ് എടുക്കുന്നത് അല്ലേ? മടക്കിയ ഭാഗത്ത് വെച്ചാണ് വെട്ടുന്നത്. അപ്പം ഇവിടെ ഫോൾഡ് ആണ്. അപ്പം ഇവിടെ തയ്ച്ച് പോകാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് മൂല വെച്ചിട്ട് ഈ വരയിലേക്ക് 8.5 നോക്കുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും 8.5 കറക്റ്റ് എടുക്കണ്ട. കാരണം ഇങ്ങനെ അല്ലല്ലോ സ്ലീവ് പെട്ടാൻ പോകുന്നത്, ഇങ്ങനെ വളച്ചല്ലേ. വളഞ്ഞു വരുമ്പോഴത്തേക്കിനും നീളം കൂടുകയല്ലേ. അതുകൊണ്ട് ഞാൻ 8.25 മാർക്ക് ചെയ്യാം. 8.5 മാർക്ക് ചെയ്തില്ല. എത്രയിലാണ് നിങ്ങൾ ഒന്നുകൂടെ നോക്കിയോ? 8.25
8.25 മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇതിലേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. അതിനെന്തെല്ലാമാണ് മാർഗങ്ങൾ? 3-4 മാർഗമുണ്ട്. ഞാൻ സാധാരണ എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് അടുത്തോളം മാർക്ക് ചെയ്യും. ഇവിടെ നിന്ന് ചെറിയ തോതിൽ ഇങ്ങനെ വന്ന് ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക ഞാൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാം. അതായത് ഈ ഷേപ്പ് ഇങ്ങനെ മനസ്സിൽ കണ്ട് വരയ്ക്കുന്നതായിരിക്കും കറക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മാർഗങ്ങളുണ്ട്, ഞാൻ വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതായിരിക്കും നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്, നമുക്ക് കൈയുടെ അടിവണ്ണം നമ്മൾ അടയാളപ്പെടുത്തുന്നു. അടിവണ്ണം നമുക്ക് ഒരു 5.5 അടയാളപ്പെടുത്തും. അത് ഓരോരുത്തരുടെയും കൈവണ്ണത്തിൻ്റെ അനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അവിടുന്ന് ഒരു 1.5 ഇഞ്ച് സീമും കൊടുക്കുന്നു. ഇവിടെ നമ്മൾ വരയ്ക്കുമ്പം ആ ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഷേപ്പ് സ്കെയിൽ എടുത്തിട്ടില്ല. 10 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് സ്കെയിലിൽ വരയ്ക്കാം കേട്ടോ. ഷേപ്പ് സ്കെയിലിൽ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് ചെറുതായിട്ട് മാറി വരുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ വരും. നമുക്കിതും ചേർത്ത് വരയ്ക്കാം. അപ്പം നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പം സ്ലീവിൻ്റെ സംശയങ്ങളെല്ലാം മാറിയല്ലോ. അപ്പം ഇത്രയും പിടി കിട്ടിയില്ലേ? ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോൾ എങ്ങനെ കുഴിച്ചു വെട്ടും? ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുമ്പോൾ നമ്മൾ ഈ 2-ൽ നിന്നല്ലേ ഇവിടെ ചെറുതായിട്ട് സ്ലോപ്പ് തുടങ്ങിയത്. അതൊരു 1/2 ഇഞ്ചൂടെ ബാക്കിലേക്ക് മാറ്റി ഇവിടുന്നേ നമ്മൾ ഒരു ചെറിയ തോതിലെടുത്ത് നമുക്ക് ഇതിൻ്റെ ഈ മൊത്തം കിട്ടിയേക്കുന്ന 8 ഈ 8ന്റെ പകുതി എന്ന് പറയുന്ന 4 ഇതല്ലേ, ഈ 4ന്റെ ഇവിടുന്ന് നമുക്കൊരു 3/4 ഇഞ്ച് താഴ്ത്തി ഒരു പോയിന്റ് കണ്ടെത്താം. 4ന്റെ ഇവിടുന്ന് 3/4 ഇഞ്ച് താഴ്ത്തി ഒരു പോയിന്റ് കണ്ടെത്തിയിട്ട് നമുക്ക് അതിലേക്ക് വേണം ഇതിനെ ഇറക്കി വരയ്ക്കാൻ. കണ്ടോ? വരച്ച് നമുക്ക് ഇതിങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോകും. സാരി ബ്ലൗസിനാകുമ്പം കണ്ടോ? ഇതാണ് നമ്മുടെ സാധാരണ നമ്മളുടെ ഇത് ഫ്രണ്ട് കുഴിച്ചു വെട്ടണ്ടേ? കുഴിച്ചു വെട്ടി തന്നെ നമ്മൾ ഇത്രയും താഴത്ത് തന്നെ കുഴിച്ചു വെട്ടണം. അപ്പം ചുളുക്കമില്ലാതെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ എത്ര വരച്ച് ഇങ്ങനെ ചെയ്താന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് നമുക്ക് ചെരിച്ച് വെട്ടിക്കളയാം. അങ്ങനെയാണ് എപ്പോഴും വരുന്നത് കേട്ടോ. ഈ സീം അലവൻസിൽ ഇവിടെ വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് വെട്ടിക്കളയാം. ഇതാണ് നമ്മുടെ കൈ. ഇത് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് കട്ട് ചെയ്ത് ഇത് കളയണ്ടല്ലോ ഇപ്പം. കാരണം നമുക്ക് പാറ്റേൺ വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രണ്ട് നമുക്ക് പിന്നീട് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം നമ്മുടെ 36 ഇഞ്ചിൻ്റെ പാറ്റേൺ പിടികിട്ടിയല്ലോ. നമ്മുടെ സാധാരണക്കാരുടെ മറ്റൊരു സംശയം ബെൽറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. ബെൽറ്റ് എടുക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. അതിലേറ്റവും എളുപ്പവും തുടക്കക്കാർക്ക് മനസ്സിലാകുന്നതുമായ മാർഗം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. നമ്മൾ ബാക്ക് പാർട്ട് എടുത്തു വെച്ചു. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ എടുക്കുന്നു. ഇതല്ലേ നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഇത് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ട്. ഇതല്ലേ രണ്ടിൻ്റെയും നമ്മൾ മെഷർമെൻ്റ് അളന്ന് വെച്ചേക്കുന്നത്. അത് രണ്ടും തമ്മിൽ ചേർത്ത് വെച്ചപ്പോൾ എവിടം വരെ വന്നു എന്ന് നമ്മൾ നോക്കുന്നു. ഇത് രണ്ടും തമ്മിലാണ് ചേർത്ത് വെക്കുന്നത്. ചേർത്ത് വെച്ചപ്പോഴുള്ള ഇറക്കം ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇറക്കം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മുതൽ ഇത്രയുമാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ താഴത്തെ ബെൽറ്റ് വേണ്ടത്. എങ്കിലേ ഇത് രണ്ടും ഒരുപോലെ വരത്തുള്ളൂ. ഇതിനടിയിലോട്ടല്ലേ ബെൽറ്റ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഇതിനടിയിൽ പിടിപ്പിക്കുന്ന ബെൽറ്റ് ഇതും കൂടെ ചേരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര വേണം ഇത് നമുക്കൊന്ന് അളന്ന് നോക്കിയാൽ മതി. ഇത് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഈ സൈഡിൽ നിന്ന് എത്ര ഉണ്ടെന്ന് നോക്കിയേ? 3.5 ഇഞ്ചുണ്ട്. 3.5 ഇഞ്ച്. പക്ഷേ വേറൊരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് പോവുകയില്ലേ, അതുകൂടെ കൂട്ടി നമുക്ക് എത്ര ഇഞ്ച് എടുക്കാം? 4 ഇഞ്ച് എടുക്കാം. കാരണം ഇവിടുത്തെ തയ്യൽ തുമ്പ് ഈ വരാൻ പോകുന്ന പീസിനും പോകും, ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്ര എടുക്കണം? 4 ഇഞ്ച് എടുക്കും. 10 വരെ ഇങ്ങനല്ലേ വരുന്നത്? കണ്ടോ? ഇങ്ങനെ വരും. അപ്പോൾ അത് ഇവിടെ വരും. ഇവിടെ കൂടെ നമുക്ക് നോക്കാം. ഇതും കറക്റ്റ് 3.5ക്ക് ഒരു പൊടി ഇഞ്ചി ഉള്ളൂ. നമുക്ക് 3.5 ആയിട്ട് തന്നെ കണക്കാക്കാം.
അപ്പം ഇവിടുത്തെ 1/2 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂടി നമുക്ക് ഈ 2 എൻഡിലും എത്ര വേണം? 4 വരണം. പക്ഷെ ഇവിടെ എത്ര മതി നോക്കിയേ, അവിടെ 3.4 അല്ലേ, നമ്മൾ ഇവിടെ വന്ന 3 എത്രയാണ്, ഇവിടെ 3.5 വന്നപ്പോൾ ഇവിടെ എത്ര ഉണ്ടെന്ന് അറിയാമോ? 3 വരുന്നുള്ളൂ. ഒന്നും അറിയത്തില്ലാത്ത തുടക്കക്കാരാണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം പറയാം. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ മിച്ചമിരിക്കുന്ന തുണിയിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് ഇതിനെ വെക്കുന്നു. ഇതിനെ വെച്ചിട്ട് നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം വേണം? ഇവിടെ എത്ര ഇഞ്ച് ഇറക്കം വേണം? 4 ഇഞ്ച് ഇറക്കം കിട്ടത്തക്ക രീതിയിൽ വെച്ചു. ഇവിടെയും നമുക്ക് എത്ര ഇറക്കം കിട്ടണം? നമുക്ക് എത്ര കിട്ടണം? 4 ഇഞ്ച് ഇറക്കം കിട്ടുന്ന പോലെ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പെന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതങ്ങ് ട്രേസ് ചെയ്താൽ മതി. ഇത് കണ്ടോ, അത്രേ ഉള്ളു പണി, വേറൊരു പണിയില്ല. ഇനി നമുക്ക് എന്നെ എടുക്കണം? താഴോട്ട് ഇത്രേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ ബാൻഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പം അതും പിടികിട്ടിയില്ലേ? ഇനി ഇങ്ങനെ വെച്ച് വെട്ടണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു തുണി എടുത്ത് മടക്കി ഇങ്ങനെ വെക്കുന്നു. നമുക്ക് ആകെ എത്ര വേണ്ടത്? ഇവിടെ നോക്കി, ഇവിടെ 2 നമുക്ക് 4 കിട്ടണം. ഇവിടെ എത്ര കിട്ടണം? 3.4, 3/4 ഇഞ്ചിന് ഡിഫറൻസേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുന്നു. അങ്ങനെ വരച്ചാലും നമുക്ക് ഇത് കിട്ടും. അപ്പം നമ്മുടെ ബെൽറ്റായി, ഫ്രണ്ടായി, ബായ്ക്കായി, സ്ലീവായി. സംശയമെല്ലാം മാറിയോ? തീർന്നില്ലേ? സംശയം തീർന്നില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് 42 ഇഞ്ചിൻ്റെ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ കറക്റ്റ് പറഞ്ഞു. 1-2 പേര് പറഞ്ഞു വേണമെങ്കിലേ തരത്തുള്ളൂ. ഇങ്ങനെ ആൾക്കാർ കാണാനില്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ തന്നെ ഇവിടെ ഇരുന്ന് മെനക്കിടുന്നത്. നിങ്ങൾ ജീവൻ പോയാൽ ഒരാൾക്കൂടെ ഷെയർ ചെയ്തില്ല. നിങ്ങൾ ഒരു കമൻറ്റ് ഇടുവോ? ഞാനെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരാളെ വിളിച്ച് ചോദിച്ചു, പിന്നെ ടീച്ചറിൻ്റെ വീഡിയോ കണ്ട് ഞാൻ എല്ലാം തയ്ച്ചു. വീനക്ക് വെച്ചു, പ്ലേറ്റഡ് ഇട്ട് തയ്ച്ചു, ടീച്ചർ തയ്ച്ചത് എല്ലാം തയ്ച്ചു, ഫ്രണ്ട് ലേസ് ഉള്ളത് എല്ലാം തയ്ച്ചു. എന്നിട്ട് ഞാനൊരു കമൻറ്റ് പോലും കണ്ടല്ലോ. കമൻറ്റ് ഞാൻ ഇടത്തില്ല. പിന്നെ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? അത് പറ്റത്തില്ല. അപ്പോൾ കാണുമ്പോൾ നിങ്ങളും തിരിച്ചു ഒരു ഇതൊക്കെ വേണ്ടേ? ഓക്കെ.